ഭാരതത്തിന്റെ സ്വന്തം ബ്രഹ്മോസ് മിസൈലുകൾ ഇനി വിയറ്റ്നാമിലേക്ക് എത്തുകയാണ്. ഇന്ത്യ വിയറ്റ്നാം ബന്ധത്തിൽ വലിയ മുന്നേറ്റം, പ്രതിരോധ രംഗത്ത് നിർണായക നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രസിഡന്റ് ടോം ലാം 5-ന് ഭാരതത്തിലേക്ക് എത്തും. ടോം ലാം ആകട്ടെ പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന ആദ്യ പ്രധാന വിദേശ സന്ദർശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മെയ് 5 മുതൽ 7 വരെയായിരിക്കും ഈ സന്ദർശനം നടക്കുന്നത്. പ്രതിരോധ സഹകരണത്തിൽ വലിയ കരാറിലേക്ക് വഴി തെളിക്കുമെന്ന സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിക്ക് വലിയ മുന്നേറ്റമാണോ ഇവിടെ പകരാൻ പോകുന്നത്, അതോ ഇൻഡോ പസഫിക് മേഖലയിൽ പുതിയൊരു തന്ത്രപ്രധാനമായ മാറ്റത്തിലേക്കാണോ ഈ സന്ദർശനം വഴി തെളിക്കുന്നത് എന്നതും ഇനി കണ്ടുതന്നെ അറിയേണ്ടതാണ്. ഭാരതവും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചേക്കും. ഏകദേശം 5800 കോടി രൂപ ചിലവിൽ പ്രതീക്ഷിക്കുന്ന ഈ ഇടപാട് വിയറ്റ്നാമിന്റെ ഏറ്റവും വലിയ പ്രതിരോധ കരാറുകളിൽ ഒന്നായി തന്നെ മാറും. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്താൻ തദ്ദേശ പ്രതിരോധത്തിനായുള്ള മിസൈൽ ബാറ്ററികൾ, പരിശീലനവും സാങ്കേതിക സഹായവും ഉൾപ്പെടുന്ന സമഗ്ര പാക്കേജ്. ഇതോടുകൂടി തന്നെ ഫിലിപ്പീൻസിനും തായ്ലാന്റിനും ശേഷം ബ്രഹ്മോസ് സ്വന്തമാക്കുന്ന മൂന്നാമത്തെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായി തന്നെ വിയറ്റ്നാം മാറുമെന്നതിലും സംശയമില്ല. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇവിടേക്ക് ഭാരത മണ്ണിലേക്ക് എത്തുന്നത്. മെയ് 6-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് പ്രധാനമന്ത്രിയുമായി പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാരും പ്രമുഖ ബിസിനസ് പ്രതിനിധികളും എത്തുന്നുണ്ട്. ന്യൂഡൽഹിയിലെ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം അദ്ദേഹം ബോയ്ഗയ, മുംബൈ എന്നിവിടങ്ങളിലും സന്ദർശിക്കും. തെക്കൻ ചൈന കടലിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടി ഭാരതവും വിയറ്റ്നാമും തമ്മിലുള്ള ഈ പ്രതിരോധ സഹകരണം ഏഷ്യൻ മേഖലയിൽ തന്ത്രപ്രധാനമായ വലിയൊരു പ്രാധാന്യമാണ് അർഹിക്കുന്നത്. അതേസമയം ബ്രഹ്മോസ് മിസൈൽ എന്നത് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച അത്യാധുനിക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനമാണ്. ഇന്ത്യയിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയിലെ NPO മഷോണിയ എന്നും അത് ചേർന്നുകൊണ്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ബ്രഹ്മപുത്രയും അതേപോലെ മറ്റ് നദികളും ചേർന്നുകൊണ്ടാണ് ബ്രഹ്മോസ് എന്ന, അതായത് ബ്രഹ്മപുത്രയും മോസ്ക്വ നദിയും ചേർന്നുകൊണ്ടാണ് ബ്രഹ്മോസ് എന്ന പേര് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ മിസൈൽ ശബ്ദത്തിന്റെ ഏകദേശം 2.8 മുതൽ 3 മടങ്ങ് വരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓപ്പറേഷണൽ ക്രൂയിസ് മിസൈലുകൾ ഒന്നായി തന്നെ കാണപ്പെടുന്നുണ്ട്. അതായത് അതിനെ കണക്കാക്കപ്പെടുന്ന ഈ ഒരു രീതിയിലാണ്. ഓപ്പറേഷണൽ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഫയർ ആൻഡ് ഫോർഗ്രേറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ തന്നെ അതിനെ അവിടെ പ്രയോഗിക്കുന്നതിന് ശേഷം മാനുഷിക ഇടപെടൽ കൂടാതെ തന്നെ ലക്ഷ്യം കൃത്യമായി തൊടാൻ കഴിയുന്നവയാണ്. ഉയർന്ന കൃത്യത, അതായത് ഹൈ പ്രിസിഷനും താഴ്ന്ന ഉയരത്തിൽ തന്നെ സഞ്ചരിക്കുന്ന കഴിവും ഇതിനെ ശത്രുക്കളുടെ റഡാർ കണ്ടെത്തലിൽ തന്നെ ഭാഗമായി തന്നെ മറച്ചു വെക്കുന്നു. ബ്രഹ്മോസിന് വിവിധ വകഭേദങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ലാൻഡ് വെർഷൻ, കപ്പലുകളിൽ നിന്ന് പ്രയോഗിക്കുന്ന നേവൽ വേർഷൻ, അതേപോലെ മറ്റ് സബ്മറൈനുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സംവിധാനങ്ങൾ, കൂടാതെ തന്നെ മറ്റ് രീതിയിലുള്ള എല്ലാ യുദ്ധവിമാനങ്ങളിൽ നിന്നും ഇത് പ്രയോഗിക്കുന്നു എന്നതാണ് മറ്റൊരു വേറിട്ട കാര്യമായി തന്നെ മാറുന്നത്. ഏകദേശം 200 മുതൽ 300 കിലോഗ്രാം വരെ ഭാരമുള്ള വാർ ഹെഡ് വഹിക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ ശക്തമായ നാശനഷ്ടം വരുത്താൻ ശേഷിയുള്ളതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.